നമസ്കാരം. ഐബേർഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹണി റോസ് എന്ന് പറയുന്ന ഒരു നടി, ഒരു മോഡൽ ഗേൾ, ഒരു ഉദ്ഘാടനത്തിന് വേഷം കെട്ടി നടക്കുന്ന ഒരു സ്ത്രീ, അങ്ങനെയും പറയാം. അതാണ് കുറച്ചും കൂടെ ഉചിതം എന്ന് തോന്നുന്നു. ഈ കോലാഹലങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യനെ ജയിലിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം പുതുതായി ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് ചെന്നതായിരുന്നു. ഒരു വള്ളിയിൽ കോർത്ത ബ്രാ പോലത്തെ വസ്ത്രം ധരിച്ച് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ പൊതുസ്ഥലത്തേക്ക് സ്ത്രീയുടെ ശരീരത്തിന്റെ ഭാഗങ്ങളുടെ മുഴുവനും കാണാവുന്ന തരത്തിലുള്ള വസ്ത്രം, അതിന്റെ ഒരു വള്ളി പൊട്ടി. അതോടെ ആ വള്ളി കക്ഷത്തിൽ പിടിച്ചു വെച്ച് വീണ്ടും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് നടക്കുന്നു. ഞാൻ ആലോചിക്കുന്നത്, ആ മറ്റേ വള്ളിയും കൂടി പൊട്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ്. ഇവിടെ ഈ വീഡിയോയിൽ നമുക്ക് കാണാം, ഈ സ്ത്രീ വളരെ ബുദ്ധിമുട്ടിയാണ് വസ്ത്രത്തിന്റെ പൊട്ടിയ വള്ളി അവരുടെ കക്ഷത്തിലേക്ക് തിരികെ വെച്ച് അവിടെയുള്ള ആളുകളുടെ ഇടയിൽ നടക്കുന്നത്. എന്തിനിങ്ങനെ ചെയ്യുന്നു? നൂറുകണക്കിന് ആളുകൾ തിങ്ങിക്കൂടിയ ആ സാഹചര്യത്തിൽ എല്ലാവരും, പ്രത്യേകിച്ച് ക്യാമറ കണ്ണുകൾ എല്ലാം എവിടേക്കായിരിക്കും ഫോക്കസ് ചെയ്യുക? എവിടേക്കായിരിക്കും ഈ ക്യാമറ കണ്ണുകളെല്ലാം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുക? വസ്ത്രത്തിന്റെ വള്ളി പൊട്ടി. ഹണിറോസ് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വസ്ത്രത്തിന്റെ ഒരു ബ്രാ തരത്തിലുള്ള ഒരു ബ്രേഷ്യറിന്റെ പോലത്തെ ഒരു വസ്ത്രത്തിന്റെ വള്ളി പൊട്ടിയിട്ട് അവരുടെ ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എല്ലാം പുറത്താണ്. ശരീരത്തിലെ പ്രധാന ഭാഗങ്ങളെല്ലാം പുറത്ത് കാണുന്ന അവസ്ഥയാണ്. കൂടെയുള്ള പുരുഷന്മാർ ചുറ്റും കൂടി വളയം തീർക്കുന്ന ഒരു അവസ്ഥ. എന്നിട്ടാണ് അവർ വളയം തീർത്തിട്ടാണ് അവർക്ക് നടന്നു പോകാൻ കഴിയുന്നത്. എന്തിനാണിതെല്ലാം? ഒരു പബ്ലിക് പ്ലേസിൽ നൂറുകണക്കിന് ആളുകൾ കൂടുന്നിടത്തേക്ക്, അതും ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ, ഈ സ്ത്രീക്ക് എന്താ മാന്യമായ വസ്ത്രം ധരിച്ചു വന്നുകൂടെ? ഇത്തരം അറുബോർ വസ്ത്രം ധരിച്ച് വരേണ്ട ആവശ്യമുണ്ടോ? ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കാം. അവർ അവരുടെ ശരീരം മാർക്കറ്റ് ചെയ്യുകയാണ്. കാരണം ശരീരം പ്രദർശിപ്പിച്ചാൽ തരത്തിലുള്ള ഒരു ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ ജനം കൂടും. ജനങ്ങൾ കൂടുന്നത് അവളുടെ ശരീരം കാണാൻ വേണ്ടിയാണ്. പക്ഷെ ഇതിന്റെ മുതലാളിമാർ, കടയുടെ മുതലാളിമാർ മനസ്സിലാക്കുന്നത് അവിടെ ക്രൗഡ് വരുത്തുക എന്നുള്ളതാണ്. അതിന് ഇവളെ തന്നെ വേണം, ഈ ഹണി റോസിനെ തന്നെ വേണം. ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വന്ന് അവിടെ കൂടിയ ആളുകളിൽ ആരെങ്കിലും വല്ല കമന്റുകളും വിളിച്ചു പറഞ്ഞാൽ പിന്നെ പരാതിയായി പോലീസ്, കോടതി. ഇത്തരം വൃത്തികെട്ട വസ്ത്രം ധരിച്ച് പൊതുസ്ഥലങ്ങളിൽ വരുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. കമന്റുകൾ പറഞ്ഞാൽ അത് കേസ്, പിന്നെ സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്നിങ്ങനെയെല്ലാമായി. ഇതാണോ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ഇതിനെല്ലാം മാംസക്കച്ചവടം, മാംസം വെച്ച് പണം ഉണ്ടാക്കുക എന്നേ പറയാൻ കഴിയൂ. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം, ഇതാണല്ലോ ഇപ്പോൾ സ്ത്രീകൾ പറയുന്നത്. നമ്മൾ മറ്റു വിദേശ രാജ്യങ്ങളെ കുറിച്ചോ അതിനെ നമ്മൾ കമ്പയർ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കേരളമാണ്. കേരളത്തിനൊരു മര്യാദയുണ്ട്, സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്നും നിലനിൽക്കണം എന്നേ പറയാനുള്ളൂ.